അവസാന ട്രെയിൻ, ദ ലാസ്റ്റ് ട്രെയിൻ. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ആ രാത്രി വളരെ ശാന്തമായിരുന്നു. മഴ പെയ്തു കഴിഞ്ഞതുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ വെള്ളത്തുള്ളികൾ തിളങ്ങിക്കൊണ്ടിരുന്നു. അർജുൻ എന്ന യുവാവ് അവസാന ട്രെയിൻ കാത്തിരിക്കുകയായിരുന്നു. അവനൊരു ഇന്റർവ്യൂ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. രാത്രി വൈകിയതുകൊണ്ട് സ്റ്റേഷനിൽ ആളുകൾ വളരെ കുറവായിരുന്നു. അപ്പോഴാണ് ഒരു പെൺകുട്ടി വേഗത്തിൽ പ്ലാറ്റ്ഫോമിലേക്ക് ഓടിവന്നത്. അവളുടെ പേര് മീര. അവൾ അല്പം ശ്വാസം മുട്ടി നിന്നു. ട്രെയിൻ പോകുമോ എന്ന പേടിയായിരുന്നു. അർജുൻ ചിരിച്ചു പറഞ്ഞു, "വിഷമിക്കണ്ട, ട്രെയിൻ ഇനിയും വന്നിട്ടില്ല." മീര ആശ്വാസത്തോടെ ചിരിച്ചു. "നന്ദി, ഞാൻ ഓടി വന്നതുകൊണ്ട് ശ്വാസം പിടഞ്ഞുപോയി." അതവരുടെ ആദ്യ സംഭാഷണമായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങി. മീര പറഞ്ഞു അവൾ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുകയാണെന്ന്. അർജുൻ അതേ ട്രെയിനിൽ തന്നെയായിരുന്നു. ട്രെയിൻ എത്തിയപ്പോൾ അവരൊരേ കോച്ചിൽ കയറി. രാത്രി യാത്രയായതിനാൽ കോച്ചിൽ ആളുകൾ കുറവായിരുന്നു. ജനലരികിലിരുന്ന് അവർ സംസാരിക്കാൻ തുടങ്ങി. ജീവിതത്തെക്കുറിച്ച്, സ്വപ്നങ്ങളെക്കുറിച്ച്, പഴയ ഓർമ്മകളെക്കുറിച്ച്. ട്രെയിൻ പതുക്കെ ഇരുണ്ട രാത്രിയിലൂടെ മുന്നോട്ടു പോകുകയായിരുന്നു. മീര പറഞ്ഞു, "ചില യാത്രകൾ വളരെ ചെറിയതായിരിക്കും, പക്ഷെ അതിന്റെ ഓർമ്മകൾ വളരെ വലുതായിരിക്കും." അർജുൻ ചിരിച്ചു പറഞ്ഞു, "ഈ യാത്രയും അങ്ങനെ തന്നെയായിരിക്കും." അവർ രണ്ടുപേരും ചിരിച്ചു. രാത്രി കഴിഞ്ഞു. രാവിലെ ട്രെയിൻ തിരുവനന്തപുരം സ്റ്റേഷനിലെത്തി. മീര ഇറങ്ങാൻ തയ്യാറായി. അവൾ അർജുനോട് പറഞ്ഞു, "ഈ യാത്ര ഞാൻ ഒരിക്കലും മറക്കില്ല." അർജുൻ ചോദിച്ചു, "നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമോ?" മീര ചിരിച്ചു പറഞ്ഞു, "ചിലപ്പോൾ ജീവിതം നമ്മളെ വീണ്ടും കണ്ടുമുട്ടിക്കും." അവൾ ഇറങ്ങി. അർജുൻ അവളെ നോക്കി നിന്നു. ട്രെയിൻ വീണ്ടും യാത്ര തുടർന്നു. പക്ഷേ ആ ചെറിയ യാത്ര അർജുനിന്റെ മനസ്സിൽ ഒരു വലിയ ഓർമ്മയായി മാറി. കാരണം ചില പ്രണയങ്ങൾ ദീർഘകാലം ഒരുമിച്ച് കഴിയുന്നില്ല. പക്ഷെ ഒരു ചെറിയ യാത്ര പോലും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കഥയായി മാറാം.